അതെ, ഇന്ന് ഒരുപാട് ടെൻഷനും പാനിക്കും ഒക്കെ ആയ ഒരു ദിവസമാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഇവിടെ ലോസ് ഏഞ്ചൽസിൽ ഒരുപാട് സ്ഥലത്തും തീ കത്തിക്കൊണ്ടിരിക്കുവല്ലേ. ഇന്ന് വൈകിട്ട് 4 മണിയായപ്പം ഇവിടെ LA കൗണ്ടിയിലുള്ള എല്ലാവരുടെ മൊബൈലിലേക്ക് എമർജൻസി ഇവാക്യുവേഷൻ അലേർട്ട് വന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സിറ്റിയുടെ അപ്ഡേറ്റ് വന്നു. നമുക്ക് ഇവാക്യുവേഷൻ അലേർട്ട് ബാധകമല്ല, നമ്മുടെ ഏരിയയ്ക്ക് ഓക്കെയാണ്, പക്ഷെ അലേർട്ടായിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ സൗത്ത് കാലിഫോർണിയയിൽ ഈ വൈൽഡ് ഫയർ വളരെ കോമൺ ആണ്. പക്ഷെ ലോസ് ആഞ്ചൽസിന്റെ ഹിസ്റ്ററിയിൽ ഈ കൗണ്ടിക്കുള്ളിൽ ഇത്രയും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫയർ ആദ്യമായിട്ട് ജാനുവരി 7, 8 ഈ മെയിൻ ഫയറുകളെല്ലാം സ്റ്റാർട്ട് ആകുന്നത് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഒരേ സമയത്ത് ഫയർ സ്റ്റാർട്ടായി. പക്ഷെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയത് ഈ കൗണ്ടിയുടെ ഈസ്റ്റിലുള്ള ഈറ്റൺ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും വെസ്റ്റിലുള്ള പാലിസൈഡ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും ഫയർ സ്റ്റാർട്ടായിട്ട് ഈ കൗണ്ടിക്കുള്ളിലേക്ക് അത് സ്പ്രെഡ് ആയി വന്നപ്പോഴാണ്. അങ്ങനെ ഈ 2 ഫയറും പ്രോഗ്രസ് ആയി ഇരിക്കുമ്പോൾ തന്നെ ഇന്നലെ ഹോളിവുഡ് ഹിൽസിൽ പുതിയൊരു ഫയർ സ്റ്റാർട്ടായി. ഇവിടുത്തെ സെലിബ്രിറ്റി റെസിഡൻഷ്യൽ ഏരിയകളായ മാലിബു, പസഫിക് പാലിസൈഡ്, ഹോളിവുഡ് ഹിൽസ് ഒക്കെ ഏറിയ പങ്കും വൈപ്പ് ഔട്ട് ആയി പോയി. ഇവിടുത്തെ ഈ ഫയറിന്റെ സിറ്റുവേഷൻ ഇത്രയും വേഴ്സ് ആക്കിയത് ഇവിടുത്തെ വിൻഡ് ആണ്. ഇപ്പൊ ഈ വിൻഡ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ ഫയർ കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലത്തെ കണക്കനുസരിച്ച് ഏകദേശം 31,000 ഏക്കേഴ്സ് ഓഫ് ലാൻഡും അതിനുള്ളിലുള്ള സ്ട്രക്ചേഴ്സും കത്തിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ 5 പേര് മരിച്ചെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ട്. ഏകദേശം 1,80,000 പേരോളം ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും 2 ലക്ഷം പേരോളം അണ്ടർ വാർണിംഗിലാണ്.